ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോംസ് എൻ്റെ പുത്തുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഏതായാലും സ്ഥലം എന്ന് മനസ്സിലായോ? പൊളിഞ്ഞു നടക്കുന്ന സ്ഥലമൊക്കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഷൊർണൂർ സ്റ്റേഷനിലെ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് ഇതാണ്. ഇപ്പോൾ ഇതാണ് ഷൊർണൂർ ജംഗ്ഷൻ്റെ മറ്റേ സൈഡിൽ നിന്നുള്ള വിഷ്വൽസ്. അവർ പുതിയൊരു പോർച്ച് പണിതിട്ടുണ്ട്. റോഡ് ഫുള്ള് അവർ റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണ്ട് എന്താ പറയുക, പാർക്കിങ്ങിൻ്റെ സൈഡിലുണ്ടായിരുന്ന കടകളൊക്കെ ഇപ്പോൾ റോഡ് സൈഡിലായി. അപ്പോൾ റോഡ് അവർ ഫുള്ള് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. റോഡ് മാറ്റി അവർ മറ്റേ പേവ് ബ്ലോക്സ് ഇട്ട് റോഡ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടം വരെ ഈ ബൗണ്ടറി വരെ റെയിൽവേ സ്റ്റേഷൻ്റെ റോഡാവും. അപ്പുറത്ത് കൂടെയാണ് റോഡ് പോകുന്നത്. കണ്ടോ, ബസ് പോകുന്നതാണ് ഇപ്പോഴത്തെ റോഡ്. പണ്ട് അത് പാർക്കിംഗ് ആയിരുന്നു. പണ്ട് 2 വീലർ പാർക്കിംഗ് ആയിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ബസ് പോകുന്നത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ടിലത്തെ അവസ്ഥ. അപ്പോൾ ഒരു വലിയൊരു പോർച്ച് വരും. ഇവിടെ ഡ്രെയിനേജ് പണി നടക്കുന്നതാണ്. അപ്പോൾ അവിടം വരെ റെയിൽവേ സ്റ്റേഷൻ വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് അങ്ങേറ്റത്ത് അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കാണുന്നില്ല, ഓട്ടോ ടാക്സി സ്റ്റാൻഡ് കാണുന്നില്ലേ, അതിൻ്റെ സൈഡിൽ കൂടി ഇപ്പോൾ ഒരു എൻട്രൻസ് ഉണ്ട്. അത് കൂടാതെ ഈ ടിക്കറ്റ് കൗണ്ടർ വഴിയുള്ള എൻട്രൻസും ഇപ്പോഴും ഉണ്ട്. നമ്മളെന്താ എങ്ങോട്ടാണ് യാത്ര എന്നുള്ളതൊക്കെ ചോദ്യം ഉണ്ടാവും. ഇന്നൊരു ലോങ് യാത്രയാണ്. നിങ്ങൾ കാലങ്ങളായിട്ട് ചോദിക്കുന്നില്ലേ ലോങ് എന്താ പോകാത്തതെന്ന്. ഇതൊരു ലോങ് യാത്രയാണ്. നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്നും ജോധ്പൂർ ജംഗ്ഷനിലേക്ക്, രാജസ്ഥാനിലുള്ള ജോധ്പൂരിലേക്കാണ് പോകുന്നത്. 22476 കോയമ്പത്തൂർ ഹിസാർ AC എക്സ്പ്രസ്സിലാണ് ഇന്നത്തെ യാത്ര. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം. ഒരു സ്റ്റേഷനുള്ളിലേക്ക് കയറാം. നമുക്കിവിടെ കോച്ച് പൊസിഷനോ പ്ലാറ്റ്ഫോം നമ്പറോ ഒന്നും ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. 5 മണിക്ക് നമ്മൾ ട്രെയിൻ വരുള്ളൂ. ഇപ്പോൾ സമയം 3:51 ആയതേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് കയറാം. നമ്മൾ ട്രെയിനിൻ്റെ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. 22476 കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് 17:02 ടൈം എഴുതിയിട്ടുണ്ട്. പക്ഷേ പ്ലാറ്റ്ഫോം നമ്പർ എഴുതിയിട്ടില്ല. അതുപോലെ കോച്ച് പൊസിഷൻ ബോർഡിലും നേത്രാവതി മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി വണ്ടികളൊന്നും വന്നിട്ടില്ല. ഇനിയും 1 മണിക്കൂറും കൂടി ഉണ്ട്. 1 മണിക്കൂറും ഏകദേശം ഒരു 8 മിനിറ്റും കൂടി ഉണ്ട്. പക്ഷേ ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. നമുക്ക് ഈ കൗണ്ടറൊന്നും ചോദിച്ചു നോക്കാം. ഇതൊരു കോളേജ് ട്രിപ്പാണ്. എൻ്റെ സ്റ്റുഡൻസൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഒരു 10-35 പേരുണ്ട് ഞങ്ങൾ. കൗണ്ടറൊന്നും വേണം ചോദിച്ചു നോക്കാം. ഷൊർണൂർ സ്റ്റേഷനിലെ ബിസി അവറാണിത്. ബോംബെയിലോട്ടുള്ള ട്രെയിനുകൾ ചറപറാന്നുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് നേത്രാവതി എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. നേരത്തെ നേത്രാവതി എക്സ്പ്രസ് കയറി വരുന്നത് ചിലപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവും. ഇവനെ നമ്മൾ ഓവർടേക്ക് ചെയ്യും. നമ്മളിവനെ ചെറുവത്തൂർ വെച്ച് അല്ലെങ്കിൽ കാസർഗോഡ് അതല്ലെങ്കിൽ മംഗലാപുരം ജംഗ്ഷൻ വെച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്യും. നമ്മുടെ വണ്ടിയെ പറ്റി ഇതൊരു ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. 4, 5, 6, 7 ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് സാധാരണ ഇതിലുള്ള പ്ലാറ്റ്ഫോംസ്. പ്ലാറ്റ്ഫോം 5 ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. അടുത്ത് പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങേറ്റത്തെ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോം നമ്പർ 7ലേക്ക് നേത്രാവതി കയറി വന്നിട്ടുണ്ട്. 30269 പൂനെയുടെ വാപ്പ് 7 ആണ്. ജസ്റ്റ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നതായാലും വഴിക്ക് വെച്ച്. ഇവിടെ ഈ അപ്സര ഹോട്ടലിനെയും വെറ്റിനറി കോംപ്ലക്സിനെയൊക്കെ അടുത്തായിട്ട് ഇവിടെ ഓട്ടോ ടാക്സി സ്റ്റാൻഡൊക്കെ ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ ഓട്ടോ ടാക്സി സ്റ്റാൻഡ് ഇതുവഴി ഒരു 2ാമത്തെ എൻട്രൻസ് ഇതാണ്. ഇങ്ങനെ കയറി നമുക്ക് സ്റ്റേഷനുള്ളിലേക്ക് കയറാം. അതുപോലെ ആ ഫുട് ഓവർ ബ്രിഡ്ജിനെ കൂടെ നേരിട്ട് കയറാനൊരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ ബിൽഡിംഗ് പണി നടക്കുന്നത്. വെയിൽ നേരെ ഓപ്പോസിറ്റാണ്. കുറച്ച് ഷാഡോയി ആയിരിക്കും ഇമേജസ്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ആയിട്ട് അകത്തേക്കുള്ള വെഹിക്കിൾ എൻട്രൻസ് ഇവിടെയൊക്കെ ആയിട്ട് വരുന്നത്. കാര്യം ഇവിടെ ഒരു ആർച്ച് പോലെ പണിതിരിക്കുന്നുണ്ടല്ലേ, ആർച്ചല്ല സൈഡ് വാൾസ് പണിതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവഴിയായിരിക്കും വെഹിക്കിൾ എൻട്രൻസ് വരാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് സ്റ്റേഷനുള്ളിലേക്ക് കയറാൻ പറ്റും. ഒരുപാട് പണി നടക്കുന്നുണ്ട് ഇവിടെ. ആ സൈഡിലൊക്കെ കാണാം ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ. സമയം 4:30 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് എത്തി. 40440 WDP40 ഗോൾഡൻ ഡോക്കിൻ്റെ. നേത്രാവതി ഇതുവരെ പോയിട്ടില്ല. നമുക്കെന്തായാലും ഇവിടെ നമ്മുടെ കോച്ചിങ് ഇൻഫർമേഷൻ നോക്കാം. നമ്മുടെ ട്രെയിനിൻ്റെ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. 22476 B11 10ാമത്തെ കോച്ചാണ്. എന്നാൽ നമ്മുടെ കോച്ചിലേക്ക് പോകാം. വേഗം നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് പോകാം. സമയമുണ്ട്, ഇനിയും അരമണിക്കൂർ കൂടി ഉണ്ട്. പ്ലാറ്റ്ഫോം 4 പോയി നിൽക്കാം. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 5ൻ്റെ ഗതി. പ്ലാറ്റ്ഫോം നമ്പർ 5ലെ ആപ്രൺ പൊളിച്ചു കളഞ്ഞ് ഫുള്ള് റീലേ ചെയ്യാണ്. അപ്പോൾ അത് JCB ഒക്കെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. ഈ കിടക്കുന്നത് കോട്ടയം എക്സ്പ്രസ്സാണ്, നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 4 ആണ് വരിക. നമ്മൾ 4ൽ വന്ന് നിന്നിട്ടുണ്ട്. ഇത് അപ്പുറത്താണ് 4. അപ്പോൾ ഫൈനലി നമ്മുടെ ട്രെയിൻ കയറി വരുന്നുണ്ട്. സമയം ഇപ്പോൾ 17:19, അതായത് 5:19 വണ്ടി എത്തേണ്ട സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 17 മിനിറ്റോളമായി. ട്രെയിൻ ജസ്റ്റ് കയറി വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ട്രെയിൻ പതുക്കെ കയറി വരുന്നുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് കൃത്യസമയത്ത് ഓടുകയാണെന്ന് വിളിച്ചു പറയുന്നുണ്ട് അവർ. പ്ലാറ്റ്ഫോം നമ്പർ 6ൽ വരുമെന്ന്. ഭഗത് കി കോട്ടി ലോക്കമാണ് നമ്മുടെ. 39250 ആണെന്ന് തോന്നുന്നു.
39250 ഭഗത് കി കൊടിയുടെ ലോക്കമാണ്. ഹിസാർ കോയമ്പത്തൂർ AC സൂപ്പർ ഫാസ്റ്റാണ് നമ്മുടെ ട്രെയിന്. B11 ഒരുപാട് പേര് കയറാനുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കട്ടെ. കാര്യം ഈ ലോഡ് മൊത്തം വണ്ടികൾക്ക് കിട്ടി തീർക്കണം. നല്ലോണം സ്പീഡ് പറഞ്ഞ് നിൽക്കുന്ന ലക്ഷണമുണ്ട് കണ്ടിട്ട്. നിന്ന് കഴിഞ്ഞാൽ പണിപാളും. പണിപാളി. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ റേക്കാണ്. ഇതാണ് ഹിസാർ കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് 22476 B11 RCF ബിൽറ്റാണ്. 221995 2022 ബിൽറ്റ്. 2 ഡോറ് നമ്മുടെ ആൾക്കാർ തന്നെ കയറുന്നു. നമ്മുടെ വന്ദേ ഭാരത് എത്തി. 20633 കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സൂപ്പർ ഹിറ്റായ വന്ദേ ഭാരതാണത്. വന്ദേ ഭാരത് കയറി വന്ന സ്ഥിതിക്ക് നമുക്കിനി അതിൻ്റെ ആവശ്യം സ്റ്റാർട്ടർ കിട്ടും. അപ്പുറത്ത് കൂടെ നമ്മുടെ സ്ഥിരം വണ്ടിയായ 06464 നിലമ്പൂർ പാലക്കാട് എക്സ്പ്രസ് വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസ്സിലെ ലോക്കോ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഒരു DP4D ലൈറ്റ് നിൽക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റാർട്ടർ ആയോ എന്നൊരു സംശയം, ഒരു ഹോണഡ് കേട്ട് പോലെ തോന്നി. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. സമയം ഇപ്പോൾ 5:40. 5:40 സമയം. ഏകദേശം ഒരു 35 മിനിറ്റിനടുത്ത് ലേറ്റാണ്. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. വന്ദേ ഭാരത് ഏകദേശം ഇപ്പോൾ തന്നെ ഫുള്ളാണ്. നല്ല തിരക്കുണ്ട്. എനിക്ക് ഇപ്പുറത്തൊന്ന് വാട്ടറിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇപ്പോഴത്തെ ഡോർ തുറന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഷൊർണൂർ ജംഗ്ഷനോട് വിട പറയാം. നമ്മുടെ ചാനലിലെ ഏറ്റവും ലോങ്ങസ്റ്റ് യാത്രയാണിത്. കഴിയുന്നതും ഞാനിത് ഒരു സിംഗിൾ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ 2 പാർട്ടാക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സാഹചര്യം പോലെ നമുക്ക് നോക്കാം. ട്രെയിനിക്ക് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ സെറ്റ് പച്ചക്കൊടിയായി. നമുക്കിനി സ്പീഡ് പിടിക്കാം. ഷൊർണൂരിലെ ഡിപ്പാർച്ചർ ഞാൻ കാണിച്ചതിന് കയ്യും കണക്കുമില്ല. ഇത്രയും പ്രാവശ്യം നമ്മൾ ഷൊർണൂർ ഡിപ്പാർച്ചർ കാണിച്ചിട്ടുണ്ട്. ഷൊർണൂർ ലൈൻ സ്പ്ലിറ്റ് ആവുന്ന സ്ഥലമെത്തി. സോറി, നിലമ്പൂർ ലൈൻ. ഷൊർണൂർ ലൈൻ അല്ല, നിലമ്പൂർ ലൈൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഷൊർണൂർ ലൈന് പോയി. ഷൊർണൂർ ലൈനിലെ കോൾസൊക്കെ ഏകദേശം ഫിറ്റായി കഴിഞ്ഞു. മാർച്ചിൽ കമ്മീഷൻ ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോൾസും ബ്രാക്കറ്റ്സൊക്കെ വന്നിട്ടുണ്ട്.
സിറ്റി കടന്നുപോയി. നമ്മൾ ഒരുപാട് പ്രാവശ്യം ക്യാപ്ചർ ആയിട്ടുള്ള വണ്ടിയാണ്. കുറച്ച് നമുക്ക് പുറത്ത് വിഷ്വൽസ് കാണാം. ജസ്റ്റ് താനൂർ എത്തുന്നത് ചെന്നൈ മെയിലാണ്, ബാംഗ്ലൂർ ചെന്നൈ മെയിൽ. നമ്മൾ കണ്ണൂരെത്തി. കണ്ണൂർ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. കൃത്യമം നോക്കിയില്ല, കോഴിക്കോട് കവർ ചെയ്തില്ലായിരുന്നു. അപ്പോൾ കണ്ണൂരെത്തി ഇപ്പോൾ ഫുഡ് മേടിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ഒരുപാട് ബാക്കിലായിരുന്നു. പാൻട്രിയിൽ നിന്ന് ഡിന്നർ മേടിച്ചു. ഡിന്നറിനകത്ത് പൂരിയാണ്, പൂരി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചോറും ദാലും വേറെ കറികളും സ്വീറ്റും ആണ്. കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് തീർച്ചയായിട്ടും നമുക്ക്. അപ്പോൾ നമ്മളങ്ങനെ മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതോടുകൂടി ഇന്നത്തെ കവറേജ് അവസാനം. ഇന്ന് കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല, കാര്യം നമ്മൾ ഷൊർണൂർ മംഗലാപുരം റൂട്ട് നമ്മൾ പൂർണ്ണമായിട്ട് ഇരുമ്പോൾ പല പ്രാവശ്യം കവർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇന്ന് വളരെ കുറച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് നാളെ ഫ്രഷ് റൂട്ടായിട്ട് കവറേജ് നമുക്ക് നടത്താം. ഇപ്പോൾ മംഗലാപുരം ജംഗ്ഷനിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ക്രൂ ചേഞ്ച്, ഇപ്പോൾ ലോക്കോ ചേഞ്ച് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ക്രൂ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അങ്ങ് പോകാം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് നാളെ രാവിലെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. നേരം എടുത്ത് ജസ്റ്റ് വരുന്ന സമയം ഒരു 6-6:45 നമ്മൾ ക്രോസിങ്ങിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ലൈനിലെ ഫുൾ ഡബിൾ ഗ്രീനാണ്. ട്രെയിൻ ഇവിടെ നിന്ന് വരുന്നുമുണ്ട്. മുംബൈ CSMT മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് അഥവാ റോക്കറ്റ് എന്നറിയപ്പെടുന്ന ട്രെയിനാണ്. സറപ്പ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ വിളിക്കുന്നത് നിന്ന് ZARAP ഷാറാപ്പ്. ഇതായിരുന്നു സ്റ്റേഷൻ. ഇവിടെയാണ് നമ്മുടെ ക്രോസിങ്. നേരം കൊണ്ട് മുഴുവനായിട്ട് വെളുത്തിട്ടില്ല, നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ചെറിയ തോതിലൊരു തണുപ്പുണ്ട്. വലിയ തണുപ്പെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ തോതിലൊരു തണുപ്പുണ്ട് ഇവിടെ പുറത്ത്. മേടിക്കാനുള്ള സാധനം കിട്ടി. ഇന്നത്തെ ദിവസം തുടങ്ങാൻ ചായ. വീണ്ടും ക്രോസിംഗ് ആണ് തോന്നുന്നു. കുടാൽ ലൂപ്പിലേക്ക് കയറുന്നത്.
ഇത് ക്രോസിംഗ് അല്ല, അവിടെ ഷെഡ്യൂൾ സ്റ്റോപ്പ്, ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വണ്ടിക്ക്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മെയിൻ ലൈനിൽ ഒരു ഫ്ലൈറ്റർ നിൽക്കുന്നുണ്ടോ, അതുകൊണ്ട് നമ്മൾ ലൂപ്പിൽ കയറ്റി വിട്ടതാണ്. ഒരു ഫ്ലൈറ്റർ ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ സൈഡ് ഓഖ എക്സ്പ്രസ് ഉണ്ടാവും, മറ്റേ സൈഡിലായിരുന്നു ഓഖ എക്സ്പ്രസ് ആയിരുന്നു. നേരം ജസ്റ്റ് വെളുത്ത് വരുന്നു, നമ്മൾ വീണ്ടും ഏതോ ഒരു സ്റ്റേഷനിലെത്തി. ഇപ്പുറത്തെ സൈഡിൽ പ്ലാറ്റ്ഫോം ഒന്നുമില്ല. നന്ദഗാവ് റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. പ്ലാറ്റ്ഫോം ഒന്നുമില്ലെങ്കിലും ബോർഡുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു RCF ബിൽഡ് കോച്ചാണ്. RCF സാധാരണ അവർ LHB കോച്ചിൽ പെയിൻറ്റ് ചെയ്യാറില്ല, വിനൈൽ റാപ്പ് കണ്ട. ഇവിടെ വിനൈൽ റാപ്പ് മറന്ന് കാണാം. പിന്നെ ഇവിടെ ഒരു സ്ഥലത്ത് കീറി പോയിട്ടുണ്ട്. ഇവർ സാധാരണ ഒരു പെയിൻറ്റ് അടിക്കാറില്ല, ഇവർക്ക് വിനൈൽ റാപ്പാണ് ഇഷ്ടം. അപ്പോൾ ഓപ്പോസിറ്റുള്ള ട്രെയിനിൽ സിഗ്നൽ പച്ചയായി, ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ സിഗ്നൽ കാണിക്കാനുള്ള പോയിൻറ്റ്സ്മെൻ വന്ന് നിൽക്കുന്നുണ്ട്. മഞ്ഞുണ്ട് കേട്ടോ, ഭയങ്കര തണുപ്പൊന്നുമില്ലെങ്കിലും മഞ്ഞുണ്ട്. ഇതാണ് നന്ദഗാവ് റോഡ് സ്റ്റേഷൻ. നമുക്ക് ഉടനെ സ്റ്റാർട്ടറാവുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടർ ആയിട്ടില്ല. ഫ്രണ്ടിലോട്ട് ഒരു ഫ്രൈറ്റ് നിൽക്കുന്ന കാണാം, എനിക്ക് തോന്നുന്നു ബലാ സൈഡിങ് ആയിരിക്കും അത്. ഇതായിരുന്നു സ്റ്റേഷൻ ബിൽഡിംഗ്, നന്ദഗാവ് റോഡ്.
വീണ്ടും ക്രോസിംഗ് ഇതിപ്പോൾ രാജാപൂർ സ്റ്റേഷനാണ്, രാജാപൂർ റോഡ് സ്റ്റേഷൻ. ഇതാണ് രാജാപൂർ റോഡ് സ്റ്റേഷൻ മറ്റേ സൈഡ്. നമ്മുടെ ഓപ്പോസിറ്റ് ലൈനിൽ സ്റ്റാർട്ട് ഓൾറെഡി പച്ചയാണ്. അപ്പുറത്ത് മുകളിലായിട്ടാണെന്ന് തോന്നുന്നു സ്റ്റേഷൻ ബിൽഡിങ്. പോയിൻറ്റ്സ്മാനോട് താഴെ നിൽക്കുന്നേ ഉള്ളൂ ഇപ്പോഴും. ഏതൊരു ദുരന്തോ എക്സ്പ്രസ് ആണ്, ഇപ്പോൾ ഒരു എറണാകുളം ദുരന്തമായിരിക്കും. ഇതായിരുന്നു രാജാപൂർ റോഡ്. നമ്മൾ ജസ്റ്റ് നിവാസ സ്റ്റേഷനിൽ നിർത്തി. ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. എന്താ പറയുക, ഒരു കേവിലായതുകൊണ്ട് രണ്ടെണ്ണം കാണാനൊന്നും പറ്റുന്നില്ല. ഫ്രൈറ്ററാണ്. നിവാസ സ്റ്റേഷന് വിടുന്നു. പിന്നെ അപ്പുറത്തൊരു സൈഡിങ് ഉണ്ട് കണ്ടോ, അപ്പുറത്തൊരു ലൂപ്പ് ലൈനും കൂടെ ഉണ്ട്. അതിലൊരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്.
അടുത്തറിയാം. നമുക്കെന്നാ സ്റ്റേഷൻ വരെ പോകാം. നമ്മൾ ജസ്റ്റ് രത്നഗിരി സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലോക്കോ നോക്കാൻ പോവാണ് ഫ്രണ്ടിലേക്ക്. എന്നാലും നമ്മുടെ സ്റ്റാർട്ടർ കഴിഞ്ഞു. ലോക്കോ നോക്കാൻ വഴിയില്ല. സ്റ്റാർട്ടറായി കഴിഞ്ഞു. അതിനുള്ളിലോട്ട് കയറിയേക്കാം. ഇൻകമിങ് ക്രൂ ഇറങ്ങുന്നേ ഉള്ളൂ. പക്ഷേ സ്റ്റാർട്ടർ ആയതുകൊണ്ട് പിന്നെ മുന്നോട്ട് പോയില്ല. രത്നഗിരിയിൽ വന്നപ്പോൾ വടപ്പം മേടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്തായാലും മേടിച്ചു. ലോക്കോ നമ്മൾ ഇൻകമിങ് കണ്ടുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടും നമുക്ക് പോയി നോക്കാം. വളരെ പെട്ടെന്ന് നിർത്തിയെടുത്തു. ലോക്കോ പോയി കാണാനുള്ള സമയം ഉണ്ടായിരുന്നെങ്കിലും സിഗ്നൽ ആയതുകൊണ്ട് ടെൻഷൻ എടുക്കുന്നില്ല. ഒരു മെമു കെയറിന് ഒരു മെമു ഇവിടെ രത്നഗിരിയിൽ കിടന്ന് കാൽ പിടിക്കുന്നുണ്ട്. വീണ്ടും ലൂപ്പിലേക്ക് പോകണം. ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു അടുത്തത്. ഞാനിതുവരെ തിരിച്ച് നടന്നെത്തിയില്ലായിരുന്നു. ഇപ്പോൾ A1 വരെ എത്തിയുള്ളൂ. ഓക്കെ സ്റ്റേഷനാണ്. ഓക്കെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നുണ്ടെങ്കിൽ ക്രോസിംഗ് സമയത്ത് ലോക്ക് നോക്കാമായിരുന്നു. ഇപ്പോൾ ഇതാണ് സ്റ്റേഷനൊക്കെ. ഓക്കേല കാർ വന്ദേ ഭാരതാണ്. പെട്ടെന്ന് പോയി. ഞാൻ പറഞ്ഞില്ല കൊങ്കണിൽ വളരെ പെട്ടെന്നാണ്. എന്താ നമ്മളെടുക്കുകയും നല്ല വെയിലിന് നല്ല ചൂടായി. ഇനി പെട്ടെന്ന് ഉള്ളിലോട്ട് പോകണം. നല്ല ചൂടെടുത്ത് തുടങ്ങിയിട. ഇതായിരുന്നു ഓക്കെ.
പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ആരവ്ലി റോഡ് ക്രോസിംഗ് ആയിരിക്കും മിക്കവാറും. ഇനിയിപ്പോൾ ജനശതാബ്ദി പോകാനുണ്ട്, തേജസ് പോകാനുണ്ട്. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈൻ ലൂപ്പിലേക്ക് കയറിയിട്ടുള്ളൂ. ലാസ്റ്റ് കോച്ച് മുംബൈ CSMT മഡ്ഗാവ് ജനശതാബ്ദി എക്സ്പ്രസ് ആണിത്. ജനശതാബ്ദി എന്ന് പറഞ്ഞാൽ മൊത്തം സാധാരണ സെക്കൻഡ് ക്ലാസ് കോച്ചുകളാണ്. ഒരു വിസ്താഡോം കോച്ചും ഉണ്ട്. അങ്ങനെ നമ്മൾ ആരവ്ലി റോഡിൽ നിന്ന് പുറപ്പെട്ടു. ഇനി നമുക്ക് ചിപ്ലൂണിലാണ് സ്റ്റോപ്പ് ഉള്ളത്. അല്ലാണ്ട് വേറെ സ്റ്റോപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു. തേജസ് എക്സ്പ്രസ് ആയിരുന്നു. അറിഞ്ഞു വന്നപ്പോഴേക്കും പാസ്സായി. ആരുമില്ലേ, ട്രെയിൻ കാലിയാട്ടോ. വളരെ കുറച്ച് യാത്രക്കാരേ ഉള്ളൂ. നമ്മൾ നിർത്തിയ തേജസ് എടുത്തു പോയി. വി ആർ സ്റ്റിൽ വെയിറ്റിംഗ്. ഇവിടെ പൊതുവേ ട്രെയിനുകൾക്കൊക്കെ ഇവർ വാപ്പ് 4 കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും ജനറേറ്റർ ഓണാണ്. ഇതിനും ജനറേറ്റർ ഓണാണ്. ഇതിനും വിസ്താഡും ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടായിരുന്നു. ബാക്കിൻ്റെ വിസ്താഡും അത്യാവശ്യം ഫുള്ളാണ്. ഇത് സാവർഡ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ഇതാണ് അപ്പുറത്തെ സൈഡിലെ പ്ലാറ്റ്ഫോം.
ലൂപ്പ് ലൈനും ഒരു ലോ ലെവൽ പ്ലാറ്റ്ഫോം ഉണ്ട് സാവൽഡ സ്റ്റേഷൻ. നമ്മുടെ സ്റ്റാർട്ടർ റെഡാണ്. നമ്മളിപ്പോൾ ഇവിടെ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുക? ഓപ്പോസിറ്റ് ലൈനിൽ മേ ബി ഫ്രൈറ്റ് വല്ലതും വരുന്നുണ്ടാവുമായിരിക്കും, അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. നമ്മൾ മെയിൻ ലൈനിൽ തന്നെ കൊണ്ടുവന്ന് പിടിച്ച് നിർത്തിയത് അവരെന്തായാലും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കുറച്ച് നേരം നമ്മൾ കാത്തു നിർത്തിയിട്ട് സിഗ്നൽ അതാ പച്ച ഒന്ന് വണ്ടി പുറപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് കാത്തു നിർത്തിയത് എന്നറിയില്ല. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്തായാലും ചിപ്ലൂണിലാണ്. അപ്പോൾ ചിപ്ലൂണിലെത്തുമ്പോൾ മിക്കവാറും നമ്മൾ ദിവാ സാവന്ത്വാടി സിന്ധുദുർഗ് എക്സ്പ്രസ് അല്ല സിന്ധുദുർഗ് പാസഞ്ചർ നമ്മൾ ക്രോസ് ചെയ്യും. ഇതായിരുന്നു സാവർഡ. നമ്മൾ കാംഥെ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. എന്താ നിൽക്കുന്നത് അറിയില്ല, ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. കാര്യം നമ്മുടെ ലൂപ്പ് ലൈനിലാണ്. പോയിൻറ്റ്സ് മാനൊക്കെ ഇരിക്കുന്നുണ്ട്. ഏതോ ഒരു വാപ്സൺ ഹോളിലിട്ട് നല്ല അടിപൊളി സ്പീഡിൽ പുറത്തെ അടിച്ച് പോകുന്നു. മഡ്ഗാവ് സ്പെഷ്യലായിരുന്നു. നമ്മളിവിടെ അങ്ങനെ ഫോർമേഷനിലെ കോച്ചുകൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. ചില കോച്ചുകളുടെ മുകളിൽ വെച്ചും വൈറ്റ് കളറാണ്, അത് RCF ബിൽട്ടാണ്. പിന്നെ ചിലതിൻ്റെ സിൽവർ കളറാണ്. സിൽവർ കളറുള്ളത് ഇപ്പോൾ പാൻട്രി കാർ ഫോർ എക്സാമ്പിൾ, അത് ICF ബിൽട്ടാണ്. നമ്മൾ അടുത്ത സ്റ്റോപ്പായി ചിപ്ലൂണിലേക്ക് നമ്മൾ എത്തുകയായി. ഏത് സൈഡിലേക്കുള്ള പ്ലാറ്റ്ഫോമിലാണ് പോകുന്നതെന്ന്, നമ്മളത് റൈറ്റ് സൈഡിൽ മെയിൻ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ പോകുന്നത്. മിക്കവാറും നമുക്കിവിടെ സിന്ധുദുർഗ് പാസഞ്ചറിനെ ക്രോസ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്താ സ്റ്റാറ്റസും കൂടെ ഒന്ന് നോക്കിയേക്കാം. അങ്ങനെ ലെഫ്റ്റ് സൈഡിലെ സ്റ്റാറ്റസ് നമ്മൾ ജസ്റ്റ് ചിപ്ലൂൺ സ്റ്റേഷനിലേക്ക് എത്തി. ഈ റൂട്ടിലെ എല്ലാ സ്റ്റേഷനിലും പ്രധാനപ്പെട്ട കച്ചവട ഐറ്റം എന്ന് പറയുന്നത് വടപ്പാവാണ്. അതെ, ഇവിടെയും വടപ്പാവ് വേണം. ഇവിടുത്തെ എല്ലാ വെണ്ടർമാരും കയ്യിൽ വടപ്പാവ് വേണം. ഇതാണ് സ്റ്റേഷൻ ബിൽഡിംഗ്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റേഷൻ ബിൽഡിംഗ് ആണ്. നമ്മളങ്ങനെ ചിപ്ലൂണിലെത്തി. ഇതാണ് ചിപ്ലൂൺ.
ആ കാണുന്നത് നമ്മുടെ കോച്ച് 22195 RCF ബിൽട്ടാണ്. ഇതായിരുന്നു നമ്മുടെ കോച്ച് B11. അപ്പം നമ്മൾ ചിപ്ലൂണിൽ നിന്ന് പുറപ്പെടുകയായി, നമ്മുടെ സ്റ്റാർട്ടറായി. അപ്പോൾ ഇവിടെ നിന്ന് വർക്ക് കണക്കുണ്ടല്ലോ. എന്നാലും കുറച്ചധികം പ്ലാറ്റ്ഫോമിൽ ട്രെയിനൊന്നും വരില്ല. ചിപ്ലൂണൊക്കെ കഴിഞ്ഞ് നമ്മൾ വളരെ ഡ്രൈ ആയിട്ടുള്ള പ്രദേശം എവിടെ എന്നറിയില്ല. എവിടെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ലെഫ്റ്റ് ലൂപ്പിലേക്ക് വിട്ടിരിക്കുക. നമ്മൾ അല്പം മുമ്പ് നമ്മൾ സിന്ധുദുർഗ് പാസിനെ ക്രോസ് ചെയ്തപ്പോൾ അകത്തേക്കുന്ന സമയത്തായിരുന്നു ക്രോസ് ചെയ്തത്. ഒരു WM3 ആയിരുന്നു ലോക്കോ. ശിരവളി പാലം. വെള്ളമൊന്നും കാണാനില്ല. അവിടെ നടുക്കൊരു ചെറിയ തോട് പോലെ ഉണ്ട്, അത്രേ ഉള്ളൂ. വളരെ ഡ്രൈ ആയിട്ടുള്ള പ്ലേസാണ്. ഉണങ്ങി നിൽക്കുക മൊത്തത്തിൽ. വാപ്സൺ ഹോൾഡ് ട്രെയിനാണ്. കല്യാണിൻ്റെ 37557. കൊങ്കൺ റെയിൽവേയിലെ ഫുക്കിംഗ് എന്നറിയപ്പെടുന്ന മാണ്ഡവി എക്സ്പ്രസ് ആണ്. കൊങ്കൺ റെയിൽവേയിലെ അവസാനത്തെ സ്റ്റേഷൻ കോലാടിലെത്തി. കോലാട് കഴിഞ്ഞ ഉടനെ റോഹ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ സെൻട്രൽ റെയിൽവേയിലേക്ക് കയറും. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേഷൻ KRൻ്റെ. നല്ല ചൂട് കേട്ടോ പുറത്ത്. നല്ല ഭയങ്കര ചൂട് കാറ്റാണ് വരുന്നത്. ഓപ്പോസിറ്റ് ലൈനിലെ സിഗ്നൽ പച്ചയാണ്. നമ്മൾ വീർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഒരു ഡബിൾ ലൈനാണ്. ഇനി അങ്ങോട്ട് ഫുൾ ലെങ്ത് നമുക്ക് ഡബിൾ തന്നെയാണ്. വീർ ടു റോഹ മാത്രം കേരള ഡബിളാണ്. റോഹ മുതൽ അങ്ങോട്ട് സെൻട്രൽ റെയിൽവേ ആണ്. മംഗള എക്സ്പ്രസ് എന്തോന്നോ പോയത്. ഡ്രൈനസ് റീഡിഫൈൻഡ് എന്നുണ്ടെങ്കിൽ പറയുക എന്താ ഇല്ല, ഫുള്ള് കരിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി കൊങ്കൺ റെയിലിൽ തീരാനൊരു 3 കിലോമീറ്റർ കൂടി.
ജസ്റ്റ് റോഹ സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്നത്. സൈഡിങ് കാണാം, ഇതൊരു ബലാസ് സൈഡിങ് ആയിരുന്നു. ഇപ്പോൾ ബലാസ് ലോഡിങ് അൺലോഡിങ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നില്ല. അതായിരുന്നു കൊങ്കൺ റെയിൽവേയുടെ ജൂറിസ്ഡിക്ഷൻ ബോർഡ്. അപ്പോൾ ജസ്റ്റ് റോഹ സ്റ്റേഷനിൽ കയറണം. നമുക്കിവിടെ ഇതുണ്ടെന്ന്, ഓപ്പറേറ്റിംഗ് ഹോൾട്ട് ഉണ്ടെന്ന് തോന്നുന്നു. പ്ലാറ്റ്ഫോമിലൊരു മെമോ നിൽക്കുന്നതാണ്. ഈ 144/2 കാണുന്നത് ഇവിടുന്ന് മുംബൈ CST-ലേക്കുള്ള ദൂരമാണ്. 144 കിലോമീറ്റർ 200 മീറ്ററും ഇവിടെ മുംബൈ CST-ലേക്കുള്ള. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ആയിരുന്നത്. റോഹ സ്റ്റേഷൻ എൻട്രി അപ്പുറത്തെ സൈഡിൽ നിന്ന് പിടിക്കാനിരിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇപ്പുറത്തെ ജാംനഗർ തിരുനെൽവേലിയോ. ഇവിടെ 2 മെമോ ഉണ്ടായിരുന്നു. ഒരു പഴയ ടൈപ്പ് മെമോ, ഒരു 3 ഫേസ് മെമോ ഉണ്ടായിരുന്നു. ഈ കിടക്കുന്ന 3 ഫേസ് മെമോ ആണ്. അപ്പുറത്തൊരു പഴയ മെമോ ഉണ്ടായിരുന്നു. മെമോയിലെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. നമ്മുടെ സ്റ്റാർട്ടർ ഇപ്പോഴും റെഡാണ്. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും നമ്മൾ നിർത്തി. ഇനി ക്രൂ ചേഞ്ച് ആണോ എന്നെനിക്ക് വ്യക്തമാവുന്നില്ല. ക്രൂ ചേഞ്ച് ആണെന്ന് തോന്നുന്നു. അവിടെ ലോക്കലിൻ്റെ ക്രൂ നിൽക്കുന്ന തോന്നുന്നുണ്ട് കണ്ടിട്ട്. വ്യക്തമാവുന്നില്ല. ഇനിയിപ്പോൾ നമുക്കിനി ഇത് അൺസ്കെഡ്യൂൾഡ് ആയിരുന്നു, ഓപ്പറേറ്റിംഗ് ഹോൾട്ടായിരുന്നു. ഇനിയുള്ള നമ്മുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് പൻവേലിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കൊണ്ടുപോയി നിർത്താൻ പോകുന്നത് വസായി റോഡിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ച് മേടിച്ച് വെച്ചിട്ടുണ്ട് പാൻട്രി കറിയിൽ നിന്ന്. ഇവിടെ വിട്ട് കഴിഞ്ഞപ്പോൾ അതൊക്കെ ലഞ്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് പൻവേൽ ടു വസായി റോഡ് സെക്ഷൻ നമ്മൾ കവർ ചെയ്തിട്ടതിന് മുമ്പ്. അപ്പോൾ ആ സെക്ഷൻ നമുക്ക് വൃത്തിക്ക് കവർ ചെയ്യാൻ പറ്റും. എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് സ്റ്റാർട്ടായി റോഹേന്ന്. ഫോർ സം റീസൺ എല്ലാ കോച്ചുകളുടെ AC ഒക്കെ ഓഫായി. എനിക്കൊന്ന് പവർ കൺട്രോൾ ട്രിപ്പായെന്ന് തോന്നുന്നു. സഡനായിട്ട് എല്ലാ കോച്ചിനും ഓഫായി. ഫുൾ സൈലൻസാണ്. ഇപ്പോൾ AC ഒക്കെ ഓണായി. പാൻട്രിക്കാറിൽ നിന്നുള്ള ലഞ്ചാണ്. കണ്ടിട്ട് ഇന്നലെ ഡിന്നർ പോലെയൊക്കെ തന്നെ ഉണ്ട് ഏകദേശം. ഞാനതിപ്പോൾ എന്തായാലും നോക്കാം. ഖാന ഗരം മിലേക എന്ന് പറയുന്നത്. എന്നാലും ചപ്പാത്തി ഉണ്ട്, പിന്നെയുള്ളത് ഇതൊക്കെയാണ്. ചോറുണ്ട്, ഒരു പനീറിൻ്റെ കറിയുണ്ട്, ഒരു ചനയുണ്ട്, ദാളുണ്ട്, ഒരു സ്വീറ്റ് സോൺ പാപ്പടി ഉണ്ട്, മിക്സ്ഡ് പിക്കിളുണ്ട്, നേരത്തെ വന്ന കൂട്ടുന്ന ചപ്പാത്തി ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. ഇന്നത്തെ ഡിന്നർ വളരെ അടിപൊളിയായിരുന്നു. പിന്നെ ലഞ്ച് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം.
റൈഡ് ക്വാളിറ്റി ഭയങ്കര മോശമാണ്, ഭയങ്കര ഓസിലേഷൻസാണ്. വാതിട്ട് നിൽക്കാനോട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ ലെഫ്റ്റ് റൈറ്റ് അടിക്കൊണ്ടിരിക്കട്ടെ. തിരുവനന്തപുരത്തേക്ക് എത്ര ആപ്റ്റ സ്റ്റേഷനാണ്. ആപ്റ്റയിലൊരു ഫ്രൈറ്റർ മെയിൻ ലൈൻ കിടപ്പുണ്ടായിരുന്നു. ഝാൻസിയുടെ ഒരു വാക്സവനാണ്. നമ്മൾ പൻവേലിലോട്ട് അടുത്തുകൊണ്ടിരിക്കുക. എനിക്കൊന്ന് കഷ്ടിച്ചൊരു 20 കിലോമീറ്റർ കൂടി ഉണ്ടാവും പൻവേലിലേക്ക്. നമ്മൾ ജസ്റ്റ് പൻവേൽ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇത് പൻവേൽ കർജത്ത് സബർബൻ കോറിഡോറിൻ്റെ പാലമാണ്, പുതിയ പാലം. ലാസ്റ്റ് 1-2 ട്രിപ്പായിട്ട് ഞാൻ മറ്റേ സൈഡാണ് കാണിച്ചത്, പൻവേൽ കർജത്ത് ലൈനാണ് കാണിച്ചത്. പൻവേൽ കർജത്ത് ലൈൻ എന്ന് പറയുന്നത് അപ്പുറത്താണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് കാണാം, ഒരു ലൈൻ പോകുന്ന കാണാം. അതാണ് പൻവേൽ കർജത്ത് ലൈൻ. ഈ ദൂരെ നിന്ന് വരുന്ന താഴെക്കൂടെ വരുന്ന ലൈൻ വരുന്ന JNPT എന്ന് വരുന്ന ലൈനാണ്. മുകളിൽ പണി കിടക്കുന്നത് ഞാൻ അല്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ കർജത്ത് ലൈനാണ്. ഈ കർജത്ത് ലൈൻ എന്ന് പറയുന്നത് പൻവേൽ സ്റ്റേഷൻ്റെ സബർബൻ സൈഡിൽ നിന്ന് ഒരു പാലം വഴി കയറി വന്നിട്ട് ഈ 2 ലൈനുകളെയും, അതായത് JNPT ലൈനും അതുപോലെ നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റോഹ ലൈനും കൂടി പാലം വഴി ക്രോസ് ഓവർ ചെയ്തിട്ട് അപ്പുറത്ത് എക്സിസ്റ്റിംഗ് കർജത്ത് ലൈനിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് ഓടിയും പോകും. നമ്മൾ ആദ്യത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് തോന്നുന്നു, പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്കാണ്. അതായത് എനിക്കൊന്ന് ഇപ്പോൾ പ്ലാറ്റ്ഫോം 5 ആണെന്ന് തോന്നുന്നു. പണ്ട് പ്ലാറ്റ്ഫോം 1 ആയിരുന്നു. ഇവിടെ ഈ ലാൻഡ് ലെവലിംഗ് കാണുന്നത് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ ആണ്. ഇത് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ പണിയാണ്. കലുന്ദ്രി നദിക്ക് കുറുകെയുള്ളൊരു പാലം. അപ്പുറത്തെ കർജത്ത് ലൈൻ്റെ ഫ്ലൈ ഓവർ ടേക്ക് ഓഫ് ചെയ്യുന്ന കാണാം. കണ്ടോ? അങ്ങേ അറ്റത്തുള്ള കർജത്ത് ലൈനാണ്. നടുക്ക് പണി നടക്കുന്നത് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ വർക്കാണ്. ആ ദൂരോട്ട് മാറിയിരിക്കുന്ന സബ്സ്റ്റേഷൻ പണ്ട് ഇവിടെ ആയിട്ടായിരുന്നു. ഇവിടെ പഴയ ട്രാൻസ്ഫോമർ കിടക്കുന്നതാണ് ഇപ്പോഴും ഇവിടെ. അപ്പോൾ ഈ ലൈനോട് ചേർന്നായിരുന്നു പഴയ സബ്സ്റ്റേഷൻ. അത് മൊത്തത്തിൽ അത് മാറ്റി ഇവിടെ ഒരു G9 കട്ടി ജംഗ്ഷൻ്റെ. അപ്പോൾ അവരിവിടെ ഉണ്ടായിരുന്ന സബ്സ്റ്റേഷൻ ഫുൾ അപ്പുറത്തോട്ട് മാറ്റിയിട്ട് അപ്പുറത്താണ് ഇപ്പോൾ സബ്സ്റ്റേഷൻ. എനിക്ക് അവിടെ അത് കമ്മീഷനായിട്ടുണ്ട്.
ഇവിടെ അത് കൂടാതെ ഇവിടെ ഒരു റണ്ണിങ് റൂം കോംപ്ലക്സ് അതിപ്പോഴും ഉണ്ട്, അവിടെ കാണാം റണ്ണിങ് റൂം കോംപ്ലക്സ്. പിന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു റെയിൽവേ കൺസ്യൂമർ ഡിപ്പോ വേണം. ഞാൻ ആദ്യമായിട്ട് റിലയൻസിൻ്റെ RCD കാണുന്നത്. സാധാരണ നമ്മൾ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം ഒക്കെ കണ്ടിട്ടുള്ളൂ. ഈ ഗ്യാപ്പിൽ കൂടെ പോകും തോന്നുന്നു ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ. അതെങ്ങനെ എന്താണെന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി ഈ ബിൽഡിംഗ് പൊളിക്കുമെന്ന് അറിയില്ല കേട്ടോ. ഇത് റണ്ണിങ് റൂം കോംപ്ലക്സ് ആണ് റെയിൽവേ ജീവനക്കാരുടെ. അങ്ങനെ പൻവേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ലോങ് ഡിസ്റ്റൻസ് ടെർമിനലിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ അത്യാവശ്യം ലേറ്റാണ്, ഏകദേശം ഒരു അരമണിക്കൂറിനടുത്ത് ലേറ്റാണെന്ന് തോന്നുന്നു. അപ്പുറത്തോടെ വലിയ റൂഫ് കാണുന്നത് സബർബൻ ടെർമിനൽസ് ആണ്. ഇത് സബർബൻ സെക്ഷനാണ് ഈ കാണുന്നത് സബർബൻ സെക്ഷനാണ്. ഇതിന് ആദ്യത്തെ 1-2 പ്ലാറ്റ്ഫോംസ് അവർ പൊളിച്ചു കളഞ്ഞു. ആദ്യത്തെ 2 പ്ലാറ്റ്ഫോംസ് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറിൻ്റെ ലൈനുകൾ വരും. അപ്പോൾ അവിടുത്തെ അത്രയും ഭാഗത്തെ സ്റ്റേഷൻ അവർ ഡിസ്മാൻഡിൽ ചെയ്യും. നമ്മളങ്ങനെ പൻവേൽ, ഇതാണ് പൻവേൽ സ്റ്റേഷൻ. അപ്പോൾ അങ്ങനെ പൻവേൽ നിർത്തിയിട്ട് വിട്ടു. ഈ 2 പ്ലാറ്റ്ഫോമാണ് പൊളിക്കുന്നത്. ഈ 2 പ്ലാറ്റ്ഫോം അവർ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പകരമായിട്ട് അതിൻ്റെ അപ്പുറത്തെ 2 പ്ലാറ്റ്ഫോം പണിയുമെന്നാണ് പറയുന്നത്. പക്ഷേ നിലവിലൊന്നും പണിതായിട്ട് തോന്നുന്നില്ല, അറിയില്ല കേട്ടോ. അവിടെയായിട്ട് ഡെഡിക്കേറ്റഡ് സബർബൻ കോറിഡോർ വരും. സബർബൻ കോറിഡോറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോഴത്തെ EMU കയറി വരുന്നത് കാണാം. എൻ്റെ ഇതിന് മുമ്പത്തെ ഒരു ബോംബെ വിസിറ്റിൽ ഞാൻ ഒരു EMU റൈഡൊക്കെ ചെയ്ത പൻവേൽ സ്റ്റേഷൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇപ്പോൾ ജസ്റ്റ് പൻവേലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഇതാണ് പൻവേൽ സ്റ്റേഷൻ. ഇതിൻ്റെ ലെഫ്റ്റ് ടേൺ മോസ്റ്റ് എൻഡിൽ ഒരു കോച്ചിങ് ടെർമിനസ് വരുന്നുണ്ട്. അവിടെ കോച്ചിങ് ഡിപ്പോവും മറ്റും പണിയുന്നുണ്ട്. അത് കാലങ്ങളായിട്ട് പണി നടക്കുന്നുണ്ട്, ഒന്നും തീരുന്നില്ല. നമ്മൾ ജസ്റ്റ് പൻവേലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഇവിടെ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറിന് പണി കാണാം. അപ്പുറത്തോട്ട് മാറി സബർബൻ ട്രാക്കുകളും കാണാം. അവിടെ ഒരു സൈഡിങ് ഉണ്ട്, ഒരു സ്റ്റേബിളിംഗ് ലൈൻസ്, ഒരു 4 EMU കൊടുക്കുന്നതാണ് അവിടെ. ഇത് സബർബൻ്റെ സ്റ്റേബിളിംഗ് കോംപ്ലക്സ് ആണ്. അവിടെ സബർബൻ റണ്ണിങ് റൂമും അതും ഇതൊക്കെ ഉണ്ട്. മുംബൈയുടെ ജീവനാടിയാണ് സബർബൻ റെയിൽവേ എന്ന് പറയുന്നത്. ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ ഈ ഗ്യാപ്പ് കൂടിയാണ് പോവുക.
അവിടെ ലാൻഡ് ലെവലിംഗ് കാണാൻ കുറേ ചെയ്തിട്ടുണ്ട്. അത് ACC സിമെൻറ്റ്സിലേക്കും അതുപോലെ സ്റ്റീൽ ഓഫ് ഇന്ത്യയിലേക്ക് പോകുന്ന സൈഡിങ്സ് ആണ് കാണുന്നത്. ഇതെല്ലാം കലമ്പുളിയിൽ നിന്നാണ് സെർവ് ചെയ്യുന്നത്. ഒരുപാട് സൈഡിങ്സ് ഉണ്ട്, ചറപറാന്ന സൈഡിങ്സ് കാണാം. കാര്യം ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രിയൽ കമ്പനികളുടെ യാർഡുണ്ട്. അതുകൊണ്ട് ലൈനിലാണ് കാണുന്നതെല്ലാം. ഇതാണ് കലമ്പുളി സ്റ്റേഷൻ. ഇതിനോട് ചേർന്ന് ഇവിടെ പിറ്റ് ലൈൻ വർക്ക് നടക്കുന്നുണ്ടെന്നൊക്കെ വായിച്ചായിരുന്നു. അപ്പുറത്തകത്തിലാണ് കലമ്പുളി ഫ്രൈറ്റ് യാർഡ്. അവിടെയായിട്ടായിരുന്നു ഇവിടെയൊക്കെയാണ് പിറ്റ് ലൈനിൻ്റെ വർക്കാണ്. ഇത് ഫ്രൈറ്റ് കോറിഡോറിൻ്റെയാണ്. അപ്പുറത്തോട്ട് മാറിയാണ് പിറ്റ് ലൈനിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഫ്ലൈ ഓവറിന് മുകളിൽ കൂടെ വരുന്നത് ഇതാണ് നവി മുംബൈ മെട്രോ ആണ്. ട്രെയിൻ പോകുന്നത് കാണാം. ത്രീ-കാർ മെട്രോ ആണ് ഇവിടെ. ഏതാ മെട്രോ സ്റ്റേഷൻ പേര് ശ്രദ്ധിച്ചില്ല. പേരുമില്ല. ഇവിടെ അതൊന്ന് മെട്രോൻ്റെ മെയിൻ്റനൻസ് ഡിപ്പോ, ആ കാണുന്ന മെട്രോ മെയിൻ്റനൻസ് ഡിപ്പോ ആണെന്ന് തോന്നുന്നു. WDFCയുടെ വെസ്റ്റേൺ ഡിജിറ്റൽ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറിലെ കൺട്രോൾ റൂമും സ്റ്റേഷനൊക്കെയാണ്. നമ്മൾ ഏകദേശം ദിവ എത്താറായി. ദാത്തിവലി എന്ന് പറയുന്ന സ്റ്റേഷനെത്തി. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് തിരിയുന്നത്. ലൈൻസ് നേരെ ദിവയിലേക്ക് പോകും. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിലത്തെ വിഷ്വൽസ് മൊത്തം ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ നമ്മുടെ റൈറ്റ് സൈഡിലേക്കുള്ള വിഷ്വൽസാണ് ഇപ്രാവശ്യം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളവിടുന്ന് പോയിൻറ്റ്സ് ക്രോസ് ചെയ്ത് നമ്മൾ റൈറ്റിലേക്ക് കയറുന്ന കാണാം.
ജസ്റ്റ് വളവ് കഴിയുമ്പോൾ നമുക്ക് ബോംബെ സി എസ് ടി നിന്ന് ലോക്കൽ ട്രെയിനുകളൊക്കെ ലൈൻ കാണാൻ പറ്റും. ഇതാണ് സബർബൻ EMUസിൻ്റെ ലൈന്. ദിവ കല്യാൺ സെക്ഷനാണിത്. ഇവിടെ ഇപ്പോൾ ഒരു 6 റെയിൽവേ ലൈൻ കാണാം. എക്സ്ട്രീം റൈറ്റിലുള്ള 2 സ്ലോ, പിന്നെ മിഡിലിലുള്ള 2 ഫാസ്റ്റും ഇങ്ങേറ്റത്തുള്ള 2 എക്സ്പ്രസ് ട്രെയിനുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് കൂടാതെ നമ്മുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ 2 ലൈനും കൊണ്ടാണ് മൊത്തം 8 ലൈനുകളാണ് ഈ സ്ട്രെച്ചിലുള്ളത്. ഇവിടെ ഒരു റെയിൽവേ ലൈൻ സാഗരം തന്നെയാണ്. ഇവിടെയാണ് ദിവ കൺട്രോൾ ക്യാബിൻ. G9 ഹൗൾഡ് ഫ്ലൈറ്റ് ഉണ്ട് പനവേൽ സൈഡിലേക്ക് പോകുന്നത്. ഈ ലൈനിൽ വലിയ സ്പീഡൊന്നുമില്ല, കുറച്ചധികം നേരം നമ്മളിങ്ങനെ ക്രോൾ ചെയ്യും. ബോംബെ സൈഡിലേക്ക് പോകുന്ന ട്രെയിനാണെങ്കിൽ ഈ പോയിൻറ്റ്സ് വഴി ഈ കാണുന്ന പോയിന്റുകൾ വഴി നേരെ അപ്പുറത്തെ ലൈനിലോട്ട് ജോയിൻ ചെയ്യും. അതായത് ടുവേർഡ്സ് കല്യാൺ പോകുന്ന ട്രെയിനാണ് ബോംബെയില. സോറി, ടുവേർഡ്സ് കല്യാൺ മംഗള എക്സ്പ്രസ് ഒക്കെ ഇങ്ങനെ നേരെ അങ്ങ് പോകും. നമ്മളിവിടുന്ന് റൈറ്റിലോട്ട് ഒരു ബൾബ് പോലത്തെ ഒരു സ്ട്രക്ചറിലേക്ക് പോകും. അപ്പോൾ ആ പോകുന്നതാണ് ടുവേർഡ്സ് കല്യാൺ പോകുന്ന റെയിൽവേ ലൈനുകൾ. 6 ലൈനുണ്ട് ഇപ്പോൾ, അതെല്ലാം കല്യാണിലേക്ക് പോകുന്നതാണ്. അവിടെ ഒരു ലൈൻ കാണാൻ പറ്റും. ആ ലൈന് അതും ഡബിൾ ലൈൻ തന്നെയാണ്. ആ ലൈന് കല്യാൺ സൈഡിൽ നിന്ന് വന്ന് വസായി സൈഡിലേക്ക് പോകുന്ന ട്രെയിൻ എടുക്കും. അതുപോലെ ഓപ്പോസിറ്റ് ഉള്ളതാണിത്. കാരണം ഇത് കല്യാൺ സൈഡിൽ നിന്ന് വന്ന് വസായി സൈഡിലേക്ക് പോകുന്ന വണ്ടികൾക്കുള്ളതാണ് ഈ ലൈന്.
നമ്മളിനി കുറച്ച് പോയിട്ട് നമ്മൾ നേരത്തെ കണ്ട CSMT കല്യാൺ ലൈനുകളുണ്ടായിരുന്നില്ല, 6 ലൈനുകൾ. ആ ലൈനുകളുടെ മുകളിൽ കൂടെ നമ്മളൊരു പാലം വഴി നമ്മൾ കടന്നു പോകും. കോപ്പർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് നമ്മൾ കടക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലൊരു ഓപ്പൺ വെബ് ഗാർഡർ പാലമുണ്ട്. ആ പാലത്തിൽ കൂടെയാണ് നമ്മൾ മെയിൻ ലൈൻസിന് കടക്കുന്നത്. ഉല്ലാസ് റിവർ ബ്രിഡ്ജ്. ഈ റൂട്ട് ചെറുപാകുന്ന കുറേ പാലങ്ങളുണ്ട്. ഇവിടെ അടുത്ത പാലം വരുന്നു. അത് ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറിൻ്റെ ലൈനാണ്, പാലമാണ്. ഇത് നമ്മുടെ DFCയുടെ പാലത്തിന് പൊക്കം കൂടുതലാണ്. കാര്യം അത് ട്വിൻ സ്റ്റാക്ക് കണ്ടെയ്നേഴ്സ് കൊണ്ടുള്ള പാലമാണ്. അതുകൊണ്ടാണ് ഹൈറ്റ് കൂടുതലാണ്. അതിൽ പൊക്കം കൂടി ഉപയോഗിച്ചും ഹൈ റൈസ് പാൻറ്റോഗ്രാഫുള്ള ലോക്കോസുമാണ് വർക്ക് ചെയ്യുക. ഭിവണ്ടി റോഡ് സ്റ്റേഷനിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ലൂപ്പിലേക്കാണ് വിട്ടിരിക്കുന്നത് നമ്മൾ. ഓപ്പോസിറ്റ് മെയിൻ ലൈനിൽ വത്സാടിൻ്റെ ഒരു G9 കണ്ടെയ്നറിൽ കൂടെ നിൽക്കുന്നുണ്ട്. വസൈ റോഡിലേക്ക് പോകുന്നൊരു മെമോ നമ്മൾ ഓവർടേക്കും ചെയ്യുന്നുണ്ട്. CRൻ്റെ മെമോ ആണിത്. അപ്പോൾ ഇത് ദിവ വസൈ മെമോ ആണ്. ദിവ വസൈ റോഡ് മെമോ.
മാത്രം HCPV റേക്കും ഉണ്ടായിരുന്നു. ഭിവണ്ടിയിൽ ആക്ച്വലി ഒരുപാട് ലോജിസ്റ്റിക്സ് കമ്പനീസ് ഉണ്ട്. ഒരുപാട് ലോജിസ്റ്റിക്സ് കമ്പനീസ്, അതുപോലെ പാർസൽ, പിന്നെ ഈ ഷോപ്പിംഗ് കമ്പനികളുടെ ഗുഡ്സ് ഗോഡൗണുകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ ഭിവണ്ടിയിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫ്രൈറ്റ് ലോഡിങ് തീർച്ചയായിട്ടും ഒരുപാടുണ്ടാവും. ക്വാറി. കുറച്ചധികം നേരം ഇവിടെ ഗേറ്റ് സിഗ്നലിൽ കടന്നിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് അണങ്ങുന്നു. ഇപ്പോൾ ജൂചന്ദ്ര എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. ബസ്സ എത്തിയിട്ടില്ല. ബസ്സ എത്താൻ ഒരു 6 കിലോമീറ്റർ ഉണ്ട്. പഴയ ട്രാക്ഷൻ സബ് സ്റ്റേഷനാണ് കാണുന്നത്. ഓപ്പോസിറ്റ് ലൈനിൽ മെമു വരാനുണ്ട്. അതിലെ യാത്രക്കാരെ കാണുന്നത്. സോൾട്ട് പാനാണ്. സോൾട്ട് പാൻ ഉപ്പുണ്ടാക്കുന്ന സ്ഥലം.
ആൾക്കാരെ തേച്ചൊട്ടിച്ചു. ദിവാ മാമ് പോയില്ല. നമ്മൾ ജസ്റ്റ് വസായി റോഡ് സ്റ്റേഷനിലൂടെ കയറാൻ പോവാണ്. ഹായ്, ഇവിടെ നിന്നൊരു P4 ഹോളിൽ ട്രെയിൻ വരുന്നുണ്ട്. അത് മുംബൈ സെൻട്രലിൽ നിന്ന് അഹമ്മദാബാദിലോട്ട് പോകുന്ന മെയിൻ ലൈനാണ്. വഡോദര മെയിൻ ലൈൻ 22392 വാപ് 4. ദാദർ, ബിക്കാനേർ, അമൃത്സർ. ഇവിടെ മുതൽ വെസ്റ്റേൺ റെയിൽവേ ആണ്. ഇവിടെ നമ്മൾ ദിവയിൽ കണ്ട അത്ര ഗ്രാൻഡ് അല്ല. ഇവിടെ 6 ലൈനേ ഉള്ളൂ. 2 സ്ലോ ലൈന്, 2 ഫാസ്റ്റ് ലൈന്, പിന്നെ ദിവാ ലൈന് 2 ലൈന്. നമ്മൾ ജസ്റ്റ് വസായിലെത്തി. റൈറ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം. ഞാനിപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രി കാണിച്ചിരുന്നു. ഇപ്പോഴത്തെ സൈഡ് കാണിക്കാൻ ഇപ്പോഴത്തോട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടെയ്നറേക്ക് നിൽക്കുന്നത് നമുക്കൊന്നും കാണാൻ കഴിയില്ല. നമുക്കിനി എന്തെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിർത്തി കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് വസായി റോഡിലെത്തി. ഇത് ഭീകരമായ തിരക്ക് കണ്ടോ? അതിഭീകരമായ തിരക്കാണ്. നല്ല എന്താ പറയുന്നത്, ഇത്രയും ആൾക്കാർ ഏത് ട്രെയിന് വേണ്ടി കാത്തിരിക്കുന്നില്ല. ഏതൊരു ട്രെയിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ. ഈ പ്ലാറ്റ്ഫോമിൽ ഏത് വണ്ടി വരാൻ പോകണമെന്ന് അറിയില്ല. എന്നാലും നല്ല തിരക്കുണ്ട്. അപ്പം നമ്മൾ പുറപ്പെട്ടു. ജസ്റ്റ് വസായി റോഡ് നിന്ന് അനങ്ങി തുടങ്ങി. സമയം 4:01. തിരക്കിപ്പോഴും ഏത് വണ്ടികളൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഈ തിരക്കിനിടയ്ക്ക് ക്യാമറ പുറത്തോട്ട് പിടിക്കാനും പേടിയാവുന്നു. അങ്ങനെ വസായി റോഡ് കഴിഞ്ഞു. വസായി റോഡ് ജംഗ്ഷൻ നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുകയാണ്. വസായി റോഡ് ഒരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. പക്ഷെ വസായി റോഡ് എന്ന് മാത്രമേ സ്റ്റേഷൻ്റെ പേരിൽ എഴുതാറുള്ളൂ. ഒരു ക്രൂ ചേഞ്ച് പോയിൻ്റാണ്. കൊങ്കൺ സൈഡിൽ നിന്ന് വരുന്ന ട്രെയിനുകൾക്കൊക്കെ ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട്. കൊങ്കൺ സൈഡിൽ നിന്ന് വരുന്ന എല്ലാ വണ്ടികളും ഇവിടെ ക്രൂ ചേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത്. വസായി റോഡ് എന്ന് വിളിക്കാൻ കാരണം ശരിക്കുള്ള വസായി ഗാവ് എന്ന് പറയുന്നത് കുറച്ച് മാറിയിട്ടാണ്. ഇന്ന് കുറച്ച് ദൂരം പോകണം. അപ്പോൾ വസായി റോഡിൽ നിന്ന് വസായി ഗാവിലേക്ക് ബസ്സുകളാണ്. അപ്പോൾ വസായി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന് വസായി റോഡ് എന്ന പേര് വന്നത്. ഇതാണ് വസായി റോഡ് സ്റ്റേഷൻ. ബാക്കി റെസ്റ്റ് ഓഫ് ദ സ്റ്റേഷൻ നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലൂടെ കയറുന്നു. അതൊക്കെ സബർബൻ പ്ലാറ്റ്ഫോംസാണ്. ഇവിടെ അതല്ലാണ്ട് റെഗുലർ എക്സ്പ്രസ് ട്രെയിനുകൾ നിർത്തുമെന്ന് എനിക്ക് അറിയില്ല. ഐ ആം നോട്ട് വെരി ഷുവർ. നമ്മൾ തിരിച്ച് മെയിൻ ലൈനിലോട്ട് വരുന്നു. മെയിൻ ലൈനിൽ ഇപ്പുറത്തൊരു ചെറിയ യാർഡുണ്ട്. ആ യാർഡിൽ ടുവേർഡ്സ് പൻവേയിൽ പോകേണ്ട കുറേ ഫ്രൈറ്റേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ക്രൂ ചേഞ്ചിന് വേണ്ടിയൊക്കെ വന്ന് നിൽക്കുന്നതാണ്. ക്രൂ ചേഞ്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങനെ ടുവേർഡ്സ് പൻവേയിൽ വരങ്ങ് പോകും. ഇനി അറ്റത്ത് റൈറ്റ് ആൻഡ് മോസ്റ്റ് എൻഡിലൊരു പുത്തൻ ചീനൻ കിടക്കുന്നുണ്ട്. നമ്പർ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. കാണാനും പറ്റില്ല. കാര്യം ശരിക്കും ബാക്കിയുള്ള ട്രേക്കുകൾ കുറുകെ വരും. ഇവിടെ 2 ചീനയാണ്. റൈറ്റ് സൈഡ് വൽസാഡും ലെഫ്റ്റ് സൈഡിലുള്ളത് ഇറ്റാർസിയുടെ ആണ്.
നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് കയറുന്നു. നമ്മുടെ സിഗ്നൽ പച്ചയാണ്, വിട്ടടിച്ച് പോകാം. ഇവിടെ ഒരു ഫ്രൈഡർ ഉണ്ട്, ഇവിടെ ലുധിയാനയുടെ ജീനയാണ് 32499. അപ്പോൾ അങ്ങനെ വസായിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ ഫുള്ളി മെയിൻ ലൈനിൽ കയറി ഹോൺ അടിച്ചു. സ്പീഡ് പിടിക്കാറായി. എൻ്റെ അറിവിൽ ഇനി അങ്ങോട്ട് 130 km/h ടെറിട്ടറിയാണ്. അതുകൊണ്ട് വാതൊക്കെ നിന്ന് വീഡിയോ എടുക്കലൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിയുന്ന പോലെയൊക്കെ ഞാൻ എടുക്കാം. ഈ റേക്കം പവാർഡാണ്. ഇതൊരു വാഗണയാണ്, വത്സാറിൻ്റെ 33476. അപ്പോൾ അങ്ങനെ നമ്മൾ വസായി വിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ ആണെന്ന് തോന്നുന്നത് ദൂരെ കൂടെ വരുന്നത്. ദൂരെ കൂടെ ലൈൻ എനിക്ക് കാണാം. അത് ഇവിടുത്തെ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ ആയിരിക്കണം, അറിയില്ല. അത് ഈ കിടക്കുന്ന ഡീറ്റെയിൽസ് അറിയില്ല. അപ്പം നമ്മളങ്ങനെ ഗുജറാത്തിലെ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ വാപ്പിയിലെത്തിയിരിക്കുകയാണ്. ഇതാണ് വാപ്പി സ്റ്റേഷൻ, ഗുജറാത്തിലെ ഫസ്റ്റ് സ്റ്റോപ്പ്. നമ്മൾ ട്രെയിൻ ലേറ്റാണ്. ഇപ്പോൾ 5:26 ഇനിയും കുറച്ച് സ്റ്റോപ്പുകളുണ്ട് നമുക്ക്. നമ്മൾ നാളെ രാവിലെ 5 മണിക്ക് ഇറങ്ങി. നമുക്ക് ഏകദേശം ഒരു 12 മണിക്കൂറിനും കൂടെ യാത്ര ബാക്കിയുണ്ട്. എല്ലാവർക്കും ഗുജറാത്തിലേക്ക് സ്വാഗതം, വാപ്പിയിലേക്കും സ്വാഗതം. ഇപ്പോഴത്തെ സൈഡിൽ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ വരാണ്. നല്ല തിരക്കുണ്ട്. അവിടെ നിന്നൊരു വണ്ടി വരുന്നതും കാണാം. അടിപൊളി തിരക്കുണ്ട് ഇവിടെ നിന്ന് കയറാൻ. ഒരു ജീനൻ ഹൗളിൽ ട്രെയിൻ കയറി വരുന്നുണ്ട്. ആ ട്രെയിനുള്ള തിരക്കാൻ തോന്നുന്നത്. മീൻമേൽ നമ്മൾ പുറപ്പെടുകയും ചെയ്തു. ഒരു വത്സാഡ് വാഗണൈനാണ് 32928. വാപ്പി പാസഞ്ചർ എന്ന് മാത്രമേ ബോർഡിലുള്ളൂ. ഇതിന് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ എങ്ങോട്ടോ പോകുന്ന വണ്ടിയായിരിക്കും. ഒരു വലിയ ബോർഡാണ്, വത്സാഡ്, വിരാർ എല്ലാം കാണാനുണ്ടല്ലോ. ഒരുത്തൻ്റെ ബുദ്ധിമുട്ട് കണ്ട. നമ്മളങ്ങനെ വാപ്പിന്ന് കിട്ടും. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് സൂറത്തിലാണ്. WFCയുടെ വയറിംഗ് പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇത് യുണീക്ക് ആയിട്ടൊരു സിഗ്നലുണ്ട്, ട്വിൻ റെഡ്. ഇത് എന്തിനുള്ള സിഗ്നലാണോ? അപ്പം അങ്ങനെ നമ്മുടെ ഡേ 2ൻ്റെ സൺസെറ്റ് ആവുകയാണ്. ഗുജറാത്തിൽ വിടാൻ ട്രെയിൻ നല്ല സ്പീഡിലാണ്. ഡോറോട് വരുന്നില്ലായിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ്. പൊല്യൂഷനാണ്. നമ്മൾ സൂരത്ത് അടുത്തോണ്ടിരിക്കുകയാണ്. ഹേസ്ഥാൻ എന്ന് പറഞ്ഞ സ്റ്റേഷൻ. ഏതോ വണ്ടി വരുന്നുണ്ട്, ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ട്രെയിനിന് വേണ്ടി. ഇതിപ്പോൾ ഉദ്ന ബൈപ്പാസ് ക്യാബിനായി തോന്നുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കുറച്ച് കാലം മുമ്പ് ഉദ്ന എന്ന് പറയുന്ന സ്റ്റേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ
അയ്യോ സ്ഥലപ്പേര് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. നന്ദുർബാർ വഴി ഒരു ട്രാവൽ ചെയ്തായിരുന്നു. ജൽഗാവിൽ നിന്ന് സൂറത്തിലേക്ക് ഒരു ട്രാവൽ ചെയ്തായിരുന്നു. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഇരുട്ടത്തായിരുന്നു. ഞാൻ ജസ്റ്റ് ഏരിയ മാത്രം കാണിച്ചായിരുന്നു. ആ ബൈപ്പാസ് ലൈൻ വഴി ഏതൊരു ട്രെയിൻ വരുന്നുണ്ട് അവിടെ അപ്പുറത്ത്. ഒരു P4 ഹോളിൽ ട്രെയിൻ പോകുന്ന കാണാം. ഹെവി ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, ഹൈലി പോപ്പുലേറ്റഡ്. എന്താ പറയുക, എയറിന് തന്നെ ഒരു മണമുണ്ട്. ഇത് ഉദ്ന ബൈപ്പാസ്, ഇത് ഉദ്നയിലേക്ക് വരുന്ന ലൈനാണ്. ഇതാണ് മറ്റേ നന്ദൂർബാറിൽ നിന്ന് വരുന്ന ലൈന്, ജൽഗാവ് ആ സൈഡിൽ നിന്ന് വരുന്ന ലൈനാണിത്. ഈ ലൈൻ വഴിയാണ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ഉദ്ന സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പുറത്തെ നീല കളർ ഷെഡ് കാണുന്നതാണ് ഉദ്നയിലത്തെ കോച്ചിങ് ഡിപ്പോ. സൂരത്തിൻ്റെ കോച്ചിങ് ഡിപ്പോ എന്ന് പറയുന്നത് ഉദ്നയാണ്. ഉദ്നയിലാണ് സൂരത്ത് ബേസ്ഡ് ട്രെയിനുകളുടെയൊക്കെ മെയിൻ്റനൻസ്. അതേതാണ് ട്രെയിൻ ഒരു പിടിയും കിട്ടില്ല. അതോ WDP4D ആയിരുന്നു. മിക്കവാറും സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഏതെങ്കിലും ട്രെയിനായിരിക്കും. सूरत छपरा सूरत भागलपुर അതെന്താ സംഭവം എന്ന് അറിയാമില്ല. നമ്മളങ്ങനെ സൂറത്ത് സ്റ്റേഷനിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. നല്ല അടിപൊളി തിരക്കുണ്ട്. സിഗ്നലൊന്നും കാണാൻ വേണ്ട, ദൂരോട്ട് പോകുന്നില്ല. സിഗ്നൽ കാണാൻ ഒരു രക്ഷയില്ല, കേവാണ്. ഒരുപാട് ദൂരത്തോട്ട് പോകുന്നില്ല, കാര്യം ആൾക്കാർ വാതിലൊക്കെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് സൂറത്ത്. നമ്മളങ്ങനെ സൂറത്തിലെത്തിയിരിക്കുകയാണ്. മീൻവെൽ ഇപ്പുറത്തെ സൈഡിലെ പ്ലാറ്റ്ഫോമിൽ ഏതോ ഒരു മെമു കയറി വന്നു. ഭാരൂച്ച് ബോറിവലി ഒക്കെ ഉണ്ട് ഇതിൽ. എങ്ങോട്ടുള്ള മെമു എന്നറിയില്ല. എന്തായാലും ലോങ് റേക്കാണ്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് സെറ്റപ്പ് ഡേ ലൈറ്റ് വിഷ്വൽസ് ആണ്. വളരെ ബ്രീഫായിട്ടാണ് ഇപ്രാവശ്യം കവർ ചെയ്തിട്ടോ. വളരെ ബ്രീഫായിട്ട് കവർ ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്തായാലും ഈ സൈഡോട്ട് ഒരു ട്രിപ്പ് കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ കവർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്രാവശ്യം കുറച്ച് വെച്ചത്. മീൻവെൽ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ നിർത്തിയിട്ടെടുക്കുകയാണ്.
ഇത് അങ്കളേശ്വർ ആണെന്ന് തോന്നുന്നു. പൊതുവെ പുറത്ത് വരുമ്പോൾ മൊത്തത്തിലൊരു കെമിക്കൽ മണമാണ്, അതായത് എന്തൊക്കെയോ കെമിക്കൽ ഫ്യൂംസിൻ്റെ മണം മാത്രമാണ് വരുന്നത്. അതെ, അങ്കളേശ്വർ സ്റ്റേഷനായിരുന്നത്. നമ്മളങ്ങനെ അങ്കളേശ്വറിൽ നിന്ന് പുറപ്പെട്ടു. ഡേ ടൈമിൽ ലോക്കോ പോയി ചെക്ക് ചെയ്യണമെന്നൊക്കെ വെച്ചാൽ അത് നടന്നില്ല. നമ്മൾ രത്നഗിരിയിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ട്രെയിൻ അപ്പോഴേക്കും സ്റ്റാർട്ടറായി. ബസ്സയിലൊക്കെ പിന്നെ ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നെ ഫ്രണ്ടിലോട്ട് പോയില്ല. കുഴപ്പമില്ല, നമ്മളെന്തായാലും ഇന്നലെ ഷൊർണൂർ അറൈവൽ എടുത്താണ്, അപ്പോൾ അത് മതി. പിന്നെ അത്താഴം കഴിക്കാനുള്ള സമയമായി. വണ്ടി അഹമ്മദാബാദ് എത്താറായെന്ന് തോന്നുന്നു. എന്തായാലും അത്താഴം കഴിച്ചേക്കാം. പാൻട്രിയിൽ നിന്നുള്ള ഫുഡാണ് സ്പെഷ്യൽ. ചപ്പാത്തി ഉണ്ട്, പിന്നെ ഉള്ളത് ഇതൊക്കെയാണ്. ചോറുണ്ട്, ചന്ന മസാലയാണെന്ന് പറഞ്ഞത്. ചന്ന മസാലയുണ്ട്, പിന്നെ ഒരു ആലു ജീര ഫ്രൈ സബ്ജിയുണ്ട്, ദാളുണ്ട്, പിന്നെ സോൻ പാപ്പടി ആസ് യൂഷ്വൽ, മാംഗോ പിക്കിൾ. ഇതൊക്കെയാണ് ഇന്നത്തെ ഡിന്നറിനുള്ളത്. അപ്പം നമ്മളങ്ങനെ അഹമ്മദാബാദിലെത്തി. നമ്മൾ ഇപ്പോൾ സമയം 9:40. അത്യാവശ്യം മേക്കപ്പ് ചെയ്ത ടൈമാണ്. നമ്മളങ്ങനെ അഹമ്മദാബാദ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. അപ്പുറത്തുനിന്ന് സോംനാഥ് എക്സ്പ്രസ് പോകാൻ കിടക്കുന്നുണ്ട്. 40167 സാബർമതിയാണ് ലോക്കം. നമുക്ക് അവിടെ നിന്നൊരു ഛാസ് മേടിക്കും. അമൂലിൻ്റെ ലസ്സിയായിരുന്നു, ലസ്സി മേടിച്ചു. പിന്നെ തിരിച്ച് പതുക്കെ കയറിയേക്കാം. എന്തൊക്കെ ഭക്ഷണമുണ്ട്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് വിഷ്വൽസ് ഇതായിരിക്കും. പ്രോബ്ലം ഇവിടുത്തെ ഡിപ്പാർച്ചർ വിടേണ്ട ഡിപ്പാർച്ചർ പിടിക്കാം, അല്ലെങ്കിൽ ഇതായിരിക്കും ഇന്നത്തെ ലാസ്റ്റ് വിഷ്വൽസ്. ബാക്കി നമ്മൾ നാളെ ജോധ്പൂർ എത്തുന്നതും കൂടി കാണിച്ച് നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ടു. സമയം ഇപ്പോൾ 9:51. ജസ്റ്റ് പുറപ്പെട്ട് വണ്ടി പുറത്തിറങ്ങുന്ന അത്ര ആയിട്ടുള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ കവറേജ് തീരുകയാണ്. ബാക്കി നമുക്ക് നാളെ രാവിലെ ജോധ്പൂർ എത്തിയിട്ട് കാണാം. നമ്മൾ 5:45 വേണ്ടിയാണ് ജോധ്പൂർ എത്തുന്നത്. അപ്പോൾ എന്തായാലും ഡേ നൈറ്റ് വിഷ്വൽസ് ഉണ്ടാവില്ല. കിട്ടുന്ന പോലത്തെ വിഷ്വൽസ്, ട്രെയിൻ ലേറ്റ് ആവുമല്ലോ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ കിട്ടുന്ന പോലെ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിന്യൂ ടിൽ ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ. ബാക്കി നമുക്ക് അവിടെ കാണാം. അപ്പോൾ എന്നാൽ പിന്നെ ഇന്നിപ്പോൾ കിടന്നുറങ്ങാൻ പോകണം. ബാക്കി വിഷ്വൽസൊക്കെ നാളെ രാവിലെ ജോധ്പൂർ എത്തിയിട്ട് കാണിക്കാം. അപ്പോൾ നാളെ രാവിലെ വീണ്ടും കാണാം. ഇതുവരെയ്ക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. അപ്പോൾ അങ്ങനെ ജോധ്പൂർ എത്തി നമ്മുടെ യാത്രയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ വരെ കൊണ്ടുവന്ന ഹിസാർ കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ്. ഇവിടെ വെച്ച് നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും പറയുക. അപ്പോൾ എല്ലാവർക്കും ബൈ.